ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കോലാഹലങ്ങളായിരുന്നു. ധർമ്മസ്ഥലയിൽ 100 ഹിന്ദു പെൺകുട്ടികളെയാണ് ബലാത്സംഗം ചെയ്ത് കുഴിച്ചു മൂടിയിരിക്കുന്നത്. ഒരു ശുചീകരണ തൊഴിലാളിയുടെ വാക്കോടുകൂടിയാണ് ഈ വിവാദത്തിന് അവിടെ വലിയ രീതിയിലുള്ള തിരി തെളിയുന്നത്. എന്തായാലും ധർമ്മസ്ഥലയിലെ ഈ ഒരു വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ വന്നതിന് പിന്നാലെ അവിടെയുള്ള ഹൈന്ദവ സംഘടനകളുടെ നിലപാട് എന്തായിരുന്നു? കുഴിച്ചു നോക്കട്ടെ എന്ന് തന്നെയായിരുന്നു. ഏതെങ്കിലും ഒരു നാട്ടിൽ ഇങ്ങനെ സംഭവിക്കുമോ? ഉദാഹരണത്തിന് ഇവിടെയുള്ള മറ്റു മതസ്ഥരുടെ ഒരു ആരാധനാ കേന്ദ്രത്തിന് നേരെയാണ് അതിന് താഴെ ഇത്ര ആൾക്കാരെ കൊന്നു കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവരതിൻ്റെ ഒരു കല്ല് പോലും ഇളക്കാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. അങ്ങനെ ഇരിക്കെയാണ് ഈ ധർമ്മസ്ഥലയിൽ കുഴിച്ചു നോക്കട്ടെ എന്നുള്ള നിലപാടിൽ ഹൈന്ദവ സംഘടനകൾ എത്തിയത്. അങ്ങനെ ഇയാൾ പറഞ്ഞ സ്ഥലത്ത്, ഇയാൾ പറഞ്ഞ ആഴത്തിൽ, പറഞ്ഞ സമയം മുഴുവൻ JCB ഉപയോഗിച്ച് കുഴിച്ചു നോക്കിയിട്ടും ധർമ്മസ്ഥലയിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ മനുഷ്യരുടെ മൃതദേഹങ്ങൾ മറവ് ചെയ്തിടത്ത് നിന്ന് ഒരു അസ്ഥികൂടം കിട്ടി എന്നുള്ളതാണ്. പക്ഷേ അത് മൃതദേഹം മറവ് ചെയ്ത സ്ഥലത്ത് നിന്ന് കിട്ടിയതാണ്. 2014 മുമ്പ് ഇയാൾ അവിടെ മൃതദേഹം കുഴിച്ചിട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ കിട്ടിയത് 1.5 വർഷം പഴക്കമുള്ള അസ്ഥികൂടമാണ് എന്നുള്ളത് വേറൊരു കാര്യം. എന്തായാലും ഇപ്പോൾ ധർമ്മസ്ഥലയിലെ ആരോപണങ്ങളിൽ വൻ ട്വിസ്റ്റ് വന്നിരിക്കുകയാണ്. ക്ഷേത്ര നഗരിയെ നശിപ്പിക്കാൻ താൻ നുണക്കഥ പറഞ്ഞതാണെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ ഈ ശുചീകരണ തൊഴിലാളി ഒടുവിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് ഞാൻ പറഞ്ഞത് മുഴുവൻ നുണക്കഥയാണ് എന്നാണ് പറഞ്ഞത്. കേരളത്തിൽ നിന്ന് പോയ മാധ്യമങ്ങൾ, കേരളത്തിൽ നിന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ അവിടെ പോയി ദിവസങ്ങളോളം തമ്പടിച്ച് ധർമ്മസ്ഥല എന്ന് പറഞ്ഞ ആ ഒരു ഹൈന്ദവ ആരാധനാ കേന്ദ്രത്തിന് നേരെ നടത്തിയ വലിയ രീതിയിലുള്ള നീക്കം, ആ നീക്കം എന്ന് പറയുന്നത് മുക്കിന് ബ്രേക്കിങ്ങുകളും വാർത്തകളും കൊടുത്തവർ നടത്തിയതാണ്. ഈ സ്ഥലം എന്തോ വലിയ ഒരു പാതകം ചെയ്തതുപോലെയാണ്. ഈ സ്ഥലത്തിൻ്റെ പുരാതനമായിട്ടുള്ള ആ ഒരു പ്രാധാന്യം നശിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഈ മാധ്യമങ്ങളുടെയൊക്കെ വലിയ രീതിയിലുള്ള പ്രചരണം എന്ന് പറയുന്നത്. ഇപ്പോൾ അജ്ഞാത ശുചീകരണ തൊഴിലാളി ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ഞാൻ വെറുതെ പറഞ്ഞതാണെന്ന്. ഏതെങ്കിലും ഒരു മാധ്യമം ഇത് ചർച്ച ചെയ്യാൻ തയ്യാറാകുമോ എന്നുള്ളതാണ് ചോദ്യം. 100ഓളം സ്ത്രീകളുടെ മൃതദേഹം മറവ് ചെയ്തെന്നും അവരിൽ പലരും ക്രൂരമായ ബലാത്സംഗത്തിൽ ഇരയായെന്നും അതിൽ സ്കൂൾ ബാഗ് ചുമലിലിട്ട കുട്ടികൾ വരെ ഉണ്ടായിരുന്നുവെന്നും താൻ പറഞ്ഞ കള്ളക്കഥകളെല്ലാം തന്നെ ഒരു സംഘം എന്നെക്കൊണ്ട് പറഞ്ഞു പഠിപ്പിച്ച് ഈ ക്ഷേത്രത്തിനെ പൊളിച്ചു കാണിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്നും ഇപ്പോൾ ശുചീകരണ തൊഴിലാളി ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പിൽ അവരുടെ ചോദ്യം ചെയ്യലിന് മുമ്പിൽ നിവൃത്തിയില്ലാതെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. 17 ഇടങ്ങളിൽ കുഴിച്ചിട്ടും കാര്യമായി യാതൊന്നും കിട്ടാതായതോടെ ശുചീകരണ തൊഴിലാളിയെ ചോദ്യം ചെയ്യുന്ന രീതി അന്വേഷണ സംഘം മാറ്റിയതോടുകൂടിയാണ് താൻ പറഞ്ഞതെല്ലാം കള്ളക്കഥയായിരുന്നുവെന്ന് ശുചീകരണ തൊഴിലാളി പറയുന്നത്. ഈ ശുചീകരണ തൊഴിലാളി നിലവിൽ ഹിന്ദുവല്ല എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇയാൾ പണ്ട് ഒരു ദളിതനായിട്ടുള്ള ഹിന്ദു ആയിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പിന്നീട് മതപരിവർത്തനത്തിന് വിധേയനായി ഹിന്ദു അല്ലാതായി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തന്നെ കഥ പറഞ്ഞു പഠിപ്പിച്ചത് മഹേഷ് റെഡ്ഡി തിമറോഡി എന്ന ധർമ്മസ്ഥലയിലെ ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ആണെന്ന് ഇയാൾ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇയാൾ പണ്ട് ഇവിടെ പല ഭൂമി കച്ചവടം നടത്തിയതായും പറയപ്പെടുന്നു. എന്നാൽ ക്ഷേത്ര ധർമാധികാരി മഹേഷ് റെഡ്ഡി തിമറോഡിയുടെ ഭൂമി കച്ചവടത്തിന് പിന്നിൽ ക്ഷേത്രത്തിന് പങ്കില്ലെന്ന് വെളിപ്പെടുത്തിയതോടുകൂടിയാണ് ക്ഷേത്രാധികാരികളെയും തിമറോഡിയും തമ്മിൽ തെറ്റിയത്. യഥാർത്ഥത്തിൽ ശുചീകരണ തൊഴിലാളിയെ കൊണ്ട് ഇതെല്ലാം പറയിച്ചതിന് പിന്നിൽ മതപരിവർത്തന ലോബിക്കും NGO സംഘങ്ങൾക്കും ചില മുസ്ലിം സംഘടനകൾക്കും പങ്കുണ്ടോ എന്നുള്ള കാര്യവും ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധിച്ച് വരികയാണ്. വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കെതിരെ ശക്തമായ ആരോപണം തിമറോഡി ഉയർത്തിയിട്ടുണ്ട്. സിദ്ധരാമയ്യ 28 കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും അതിൻ്റെ തെളിവുകൾ തൻ്റെ പക്കലുണ്ടെന്നുമാണ് ഇയാൾ ആരോപിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.